പിണറായിയെക്കുറിച്ച് ഞാൻ വ്യക്തിപരമായിട്ടൊന്നും പറയില്ല. പക്ഷേ ആസ് എ ചീഫ് മിനിസ്റ്റർ മെറ്റീരിയൽ അത് ഏജ് ഓഫ് 81 ആഫ്റ്റർ 10 കൊല്ലം ജനങ്ങൾ ഈ ചടിപ്പെന്ന് പറയുമല്ലോ, ചടിപ്പ് ആയി. നിങ്ങൾ പാലക്കാട്ടെന്ന് പറഞ്ഞാൽ CPM തൊട്ടാൽ പറ്റാത്ത സാധനമാണ് ഷാഫി പിടിച്ചെടുത്തത്. ആയിഷ പോറ്റി എന്ന് പറയുന്ന ഒരാളൊന്നും അന്ന് നമുക്ക് അറിയത്തേ ഇല്ല. ഞാൻ വിചാരിച്ചു ആയിഷ പോറ്റി ആരാണെന്ന് നോക്കി. ഈ 5,500 ലക്ഷം കോടി രൂപ കടമുള്ളെടുത്ത് ജനങ്ങളുടെ കടം മേടിച്ചിട്ട് തൂർത്തടിക്കുന്ന ജനം കാണുന്നില്ലേ? നമസ്കാരം. ഇൻസൈറ്റിലേക്ക് സ്വാഗതം ശ്രീ ജയസ് അടൂർ. താങ്ക് യു. തെരഞ്ഞെടുപ്പ് കത്തിയാളിക്കയറുകയാണ്. ആദ്യഘട്ടത്തിൽ മുന്നിട്ട് നിന്ന UDF ഇപ്പോൾ മങ്ങലിലാണെന്നാണ് സൂചനകൾ. മറുവശത്ത് LDFന് ആത്മവിശ്വാസം ഇതുവരെ ചോർന്നു പോയിട്ടില്ല. ചില റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്, ചില ചാനൽ സർവേകളൊക്കെ പറയുന്നത് LDF UDF നെക്ക് ടു നെക്ക് മത്സരമാണെന്നാണ്, ഇഞ്ചോടിഞ്ച് പോരാട്ടം. അത്തരമൊരു പോരാട്ടം അവരൊക്കെ ശരിവയ്ക്കുന്നത് ചില കണക്കുകളിലാണ്. എന്ത് തരംഗം UDF സൃഷ്ടിച്ചാലും അതൊരു 20 സീറ്റിനപ്പുറം കടക്കില്ല. അപ്പോൾ 20 അല്ല 30 സീറ്റിൽ തരംഗം എത്തിയാൽ പോലും വളരെ ഭദ്രമായ 70 സീറ്റ് എന്ന ഒരു മിനിമം ഗ്യാരണ്ടി LDFൻ്റെ കൈവശമുണ്ട്. ആ ഒരു മിനിമം ഗ്യാരണ്ടി LDFനെ രക്ഷിക്കുമോ? എന്താ അങ്ങയുടെ ഒരു അഭിപ്രായം? ഇതിൻ്റെ അകത്ത് തിരഞ്ഞെടുപ്പ് ഇനി വെറും 14 ദിവസമാണുള്ളത്. അപ്പോഴേ ഞാൻ ഇപ്പോൾ അടിസ്ഥാന തലത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ബൂത്ത്, വാർഡ്, പിന്നെ മണ്ഡലം, ബ്ലോക്ക് തലങ്ങളിലാണ്. ഞാൻ ഒരുപാട് മണ്ഡലം കൺവെൻഷനുകളിലും ഇപ്പോൾ വീടുകൾ കയറാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഒരു പൾസുണ്ട്. പത്തനംതിട്ട മാത്രമല്ല, കോട്ടയത്ത് ഞാൻ പോയി, ഇന്നും നാളെ തിരുവനന്തപുരത്തുണ്ട്. അപ്പോഴേ 2-3 കാര്യങ്ങളാണ് മനസ്സിലാകേണ്ടത്. ഒന്ന്, സാധാരണ മിഡിൽ ക്ലാസിൻ്റെ പ്രശ്നം, എല്ലാത്തിൻ്റെയും ടാക്സ് കൂടി, വീട്ടുകാരം കൂടി, വെള്ളക്കരം കൂടി, കറണ്ട് ചാർജ് കൂടി, സ്ഥലത്തിൻ്റെ കരം കൂടി, പുതിയൊരു വീട് വെക്കണമുള്ള ചാർജ് കൂടി, വലിയൊരു പ്രശ്നമാണ്. പലയിടത്തും കഴിഞ്ഞ പ്രാവശ്യം വന്നിരിക്കുന്ന ഈ വസ്തുക്കളുടെ എല്ലാം ഫെയർ വാല്യൂ പോലും പലയിടത്തുമില്ല. അപ്പോൾ ജനങ്ങൾ, സാധാരണ മിഡിൽ ക്ലാസ്സിന് ഒരുപാട് പ്രശ്നമുണ്ട്. രണ്ടാമതെന്ന് പറഞ്ഞാൽ എത്രയൊക്കെ PR നടത്തിയാലും ചെറുപ്പക്കാർക്ക് ജോലി കിട്ടുന്നില്ല. ഒരു കാരണവശാലും കേരളത്തിൽ നടന്നാൽ രക്ഷയില്ല എന്നുള്ളൊരു കാര്യം വന്നിരിക്കുന്നു. പോസ്റ്റ് ഗ്രാജുവേറ്റ് സീറ്റുകൾ പലതും പിന്നെ ആരും ചേരുന്നില്ല. ഈ 2 പ്രശ്നങ്ങൾ കേരളത്തിലുണ്ട്. മൂന്നാമതൊരു പ്രശ്നം വന്നാൽ, ഈ കഴിഞ്ഞ ഒരു 5 കൊല്ലം മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും ചെയ്തിട്ടില്ല. 2,500 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. ഇപ്പോഴാണ് ഏറ്റവും പഞ്ചായത്ത് ഇലക്ഷൻ വന്നപ്പോഴാണ് ക്ഷേമ പെൻഷൻ ഇപ്പോഴും 2,500 ആക്കിയിട്ടില്ല. അതുപോലെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അന്നത്തെ ഏറ്റവും വലിയ നിങ്ങൾക്കറിയാം വാദമായിരുന്നു കേരയിൽ. ഇതിൻ്റെ മഞ്ഞക്കുറ്റി എല്ലായിടത്തും കൊണ്ടിട്ടു. ഈ സജി ചെറിയാൻ ഓരോരുത്തരുടെ വീടിൻ്റെ പുറകിലൊക്കെ കൊണ്ട് മഞ്ഞക്കുറ്റി ഇട്ടിട്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ചെങ്ങന്നൂരും ചെങ്ങന്നൂര് ഇപ്പോഴത്തെ ചെങ്ങന്നൂർ സജി ചെറിയാൻ്റെ മണ്ഡലത്തിൽ സ്ത്രീകളെ റോഡിൽ കൂടെ വലിച്ചയച്ചു. ഓർമ്മയുണ്ടോ? വീട്ടിൽ കൊണ്ടുപോയി കുറ്റിയിട്ട് ഇതിൻ്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി 10,000 രൂപ കോടി രൂപ ഹഡ്കോയിൽ നിന്ന് അടിച്ചു പൊളിച്ചു. എന്നിട്ട് കേരയിൽ വന്നില്ല. കേരയിൽ 2024 വരും, 2025 ഇപ്പം കമ്മീഷൻ ചെയ്യും, 80,000 പേര് കൊണ്ടുപോകും, അപ്പക്കച്ചവടം ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പരത്തിയിട്ട് കേരയിലും ഇല്ല. അവസാനം മഞ്ഞക്കുറ്റി മാത്രമുണ്ട്. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പൊതുവികാരം എന്ന് പറഞ്ഞാൽ, ഈ സജി ചെറിയാൻ അന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ കേരളിനെതിരെ നിൽക്കുന്നവരെല്ലാം തീവ്രവാദികളാണ്, ഈ സ്ത്രീകളെല്ലാം തീവ്രവാദികളാണെന്ന് പറഞ്ഞു. അപ്പം ചുരുക്കം പറഞ്ഞാൽ ഇതൊക്കെ ജനം കാണുന്നുണ്ട്. അങ്ങ് മടുത്തു. ഈ റാഗിങ്ങിൽ കൂടെ കുട്ടികൾ കൊല്ലപ്പെട്ടു, ചോദ്യം ചെയ്ത് ചെറുപ്പക്കാരെ. ഈ ലഹരി മാഫിയ എന്ന് പറയുന്ന ലഹരി കേസുകൾ എല്ലായിടത്തും കൂടി. ഇവിടെ ലഹരിക്കെതിരെ വർത്തമാനം പറഞ്ഞു, പക്ഷേ ലഹരി കുറഞ്ഞിട്ടില്ല. കേരളത്തിൽ 26 ബാറുകളുള്ള 846 ബാറുകളായിട്ട് മാറി. എൻ്റെ പഞ്ചായത്തിൽ, എൻ്റെ അതിർത്തിയിലൊരു ബാറുണ്ട്. എൻ്റെ അറിവിൽ 4 പേരാണ് അവിടുന്ന് മദ്യം കഴിച്ചിട്ട് പോയി വാഹനാപകടത്തിൽ മരിച്ചത്. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ ജനങ്ങൾ കേട്ടുന്നത്. ഇതിൻ്റെ വേറൊരു കാര്യം, നമ്മൾ 846 ബാറല്ല പ്രശ്നം, കള്ളുഷാപ്പുണ്ട്. ഈ ഒരാൾ 1000 രൂപ നിങ്ങൾക്ക് ശമ്പളം കിട്ടുമ്പം പാവപ്പെട്ടവർ
കൂലിവേലക്കാർ ഇവിടുത്തെ 70% അവർ 500 രൂപ ഈ ബാറിൽ കൊണ്ട് കൊടുക്കുക, നിൽപ്പൻ ബാറിൽ. അപ്പോൾ കേരളത്തിൽ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ കിട്ടുന്ന പൈസ കിട്ടിയിട്ടുമില്ല കറക്റ്റ് സമയത്ത്. എത്രയൊക്കെ PR നടത്തിയാലും എത്രയൊക്കെ എല്ലാ പഞ്ചായത്തിലും വളർന്നു ഈ ഒരു സാധനമുള്ളൂ, ലഹരിയുടെ വിപണന കേന്ദ്രങ്ങൾ. മറുവശത്ത് അഴിമതി ആരോപണമൊന്നുമില്ല. അഴിമതി ആരോപണമില്ലയോ? ഈ നിങ്ങൾ ഇതുവരെ തീർന്നോ ലൈഫ് പെൻഷനോ? അല്ല, ലൈഫ് പദ്ധതിയുടെ അഴിമതി ആരോപണം തീർന്നോ? അല്ല, ആരൊക്കെയാണ്, ആരുടെയൊക്കെ കയ്യിലാണ് ആപ്പിൾ ഫോൺ കിട്ടിയെന്ന് പറഞ്ഞോ? ഇതിൻ്റെ പ്രശ്നം ഒരു കാര്യം തെളിഞ്ഞില്ല എന്ന് പറഞ്ഞ ശേഷം കെ ഫോൺ ഈ കെ ഫോൺ അല്ല സ്വപ്ന പറഞ്ഞല്ലോ ഇത്ര പേർക്ക് 5 ഫോൺ കൊടുത്തെന്ന്. ഇവരാരും ഫോൺ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ആ അഴിമതി, അതിൻ്റെ ചെയർമാനാണല്ലോ മുഖ്യമന്ത്രി. ലൈഫ് പദ്ധതിയുടെ അഴിമതിയെക്കുറിച്ച് ഇവിടെ അറിഞ്ഞു. കരിമണൽ ഖനനത്തിൽ അത് അഴിമതിയില്ലേ? ഈ അഴിമതി ഇല്ല എന്ന് പറഞ്ഞ ഈ ഉമ്മൻചാണ്ടിക്കെതിരെ പറഞ്ഞ അഴിമതിയിൽ എന്തെങ്കിലും നടന്നു? ഇവർ അഴിമതി ഉണ്ടെന്ന് 6000, അതായത് വിഴിഞ്ഞം കോടിയുടെ എല്ലാ പ്രോജക്റ്റും കൂടെ കൂട്ടി നോക്കിയാൽ 6000 കോടി കൂടെ അതിൻ്റെ പകുതിയില്ല. 6500 കോടി രൂപയുടെ അഴിമതി ഉണ്ടെന്ന് നിയമസഭ പ്രസംഗിച്ചാൽ അവർ വിഴിഞ്ഞം പദ്ധതി അഴിമതി ഉണ്ടെന്ന് ഇങ്ങനെ പ്രസംഗിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ കൃത്യമായിട്ട് നോക്കുമ്പം എൻട്രൻസ്ഡ് അഴിമതി പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഉണ്ട് കേരളത്തിൽ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അങ്ങയുടെ ഒരു കണക്കുകൂട്ടലിൽ ഇപ്പോൾ നിലവിലുള്ള MLA-മാരൊക്കെയാണ് LDF-ന് വേണ്ടി മത്സരിക്കുന്നത്, മന്ത്രിമാരും എല്ലാവരും മത്സരിക്കുന്നു. അപ്പോൾ ഒരു കൂട്ടത്തോൽവി പ്രതീക്ഷിക്കാമോ പല പ്രമുഖർ? ഇവിടുത്തെ ഒരു കുറഞ്ഞത് 13 ജില്ലയിൽ 10 മന്ത്രിമാർ തോറ്റുപോകും അടുത്ത തെരഞ്ഞെടുപ്പിൽ. 10 മന്ത്രിമാർ തോറ്റുപോകും. അല്ല, മുഖ്യമന്ത്രി ജയിക്കുമല്ലോ. ധർമ്മടത്ത് കഴിഞ്ഞ പ്രാവശ്യം ഭൂരിപക്ഷം കുറവായിരുന്നു. മുഖ്യമന്ത്രി ജയിക്കും. അദ്ദേഹം 81 വയസ്സൊക്കെ ആയില്ലയോ? നമ്മൾ തോപ്പിക്കുന്ന മോശമല്ലേ? അപ്പോൾ അദ്ദേഹം ജയിക്കട്ടെ. പിന്നെ വേറെ ശശീന്ദ്രൻ ജയിക്കുമല്ലോ എന്ന് കണ്ടറിയത്തില്ല. പുള്ളിക്കും ഉണ്ടായി ഒരു മന്ത്രി ഉണ്ടല്ലോ. അതെ, അല്ല, ശശീന്ദ്രന് ഇത്തിരി പ്രായാധിക്യമൊക്കെ ഉണ്ട്. ഈ പ്രായാധിക്യം എല്ലാവർക്കും ഉണ്ട്. ഇതിൻ്റെ പ്രശ്നം അവിടെയൊന്നും അല്ല. സജി ചെറിയാൻ ജയിക്കുമോ? സജി ചെറിയാൻ ഇപ്രാവശ്യം ജയിക്കില്ല. എബി കുര്യാക്കോസ് നല്ല സ്ഥാനാർത്ഥിയാണ്. എബി കുര്യാക്കോസ് ചെങ്ങന്നൂരിൻ്റെ പര്യായമാണ്. എന്തായാലും അങ്ങനെയുള്ള നല്ല യൂത്ത് ലീഡേഴ്സിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അല്ല, അപ്പോൾ അപ്രാവശ്യം ഈ അങ്ങനെയൊക്കെ പലയിടത്തും സംഭവിക്കാൻ ആറന്മുള ഇപ്രാവശ്യം അബിൻ വർക്കി നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. അത് രണ്ടുപേരും തമ്മിലുള്ള ഡിബേറ്റ് കണ്ടപ്പോഴത്തേന് നാട്ടുകാർക്ക് ബോധ്യമായി. ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ ഓമലു ശങ്കർ എന്ന് പറഞ്ഞാൽ വളരെ സീനിയറായൊരു നേതാവാണ്. അദ്ദേഹം മാറിപ്പോയത് കൊണ്ട് എന്തായാലും തോക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ടായിരുന്നു. ആറന്മുള തോറ്റു പോകും, ഉറപ്പാണ്. തിരുവനന്തപുരത്ത് 2 മന്ത്രിമാർ മത്സരിക്കുന്നുണ്ട്. 2 CPM-ന്റെ പ്രമുഖരായ 2 മന്ത്രിമാർ. ഒന്ന് കടകംപള്ളി മുൻ മന്ത്രിയായിരുന്നു, ശിവൻകുട്ടി മത്സരിക്കുന്നു. മറ്റ് മന്ത്രിമാർ CPI-യുടെ ഒക്കെയാണ്. പക്ഷേ ഇത്തവണ ശിവൻകുട്ടിയും കടകംപള്ളിയും ജയിച്ച് കയറുമോ? നമുക്ക് പറയാനൊക്കെ നേമത്ത് അദ്ദേഹം പോപ്പുലറാണ്. നേമത്ത് അതെ. പക്ഷേ ഇപ്രാവശ്യം ശബരിനാഥാണ് മത്സരിക്കുന്നത്. കോൺഗ്രസിൻ്റെ അകത്ത് വളരെ സ്ട്രോങ് ആയ ഒരു കാൻഡിഡേറ്റിനെ കഴിഞ്ഞ പ്രാവശ്യവും കെ മുരളീധരനായിരുന്നു. അപ്പം കോൺഗ്രസ് അതിൻ്റെ അകത്ത് കോംപ്രമൈസ് ഒന്നും ചെയ്തിട്ടില്ല. കോൺഗ്രസിൻ്റെ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല തിരുവനന്തപുരത്തെ കാൻഡിഡേറ്റാണ് ശബരിനാഥൻ. മൊത്തത്തിൽ എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ കേരളത്തിൽ സഞ്ചരിച്ചപ്പം ആൻറ്റി ഇൻകംബൻസി ഭയങ്കരമായിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയട്ടെ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ കേരളത്തിൽ EMS തൊട്ട് ഉമ്മൻചാണ്ടി വരെയുള്ള മുഖ്യമന്ത്രിമാരുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ അകത്ത് EK നായരുണ്ടായിരുന്നു, VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു, അച്യുതമേനോൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 50 ദിവസത്തേക്ക് 227 കോടി രൂപ ചിലവാക്കി ഒരാളുടെ മുഖത്തിന് വേണ്ടിയാണ്. ഈ മന്ത്രിസഭയിൽ ബാക്കി ആരുണ്ടെന്ന് ചോദിച്ചാൽ മൈക്രോസ്കോപ്പ് നോക്കി പോയി, അവരെല്ലാം സ്റ്റാമ്പ് സൈസാണ്. ചില പല സ്ഥലത്തും പിണറായിയുടെ മാത്രം മുഖമുള്ളൂ, മാത്രമേ ഉള്ളൂ. എൻ്റെ മുഖം എൻ്റെ ഫുൾ ഫിഗർ. നിങ്ങൾ ട്രാൻസ്പോർട്ട് ബസ്സിൽ പോകുമ്പം നമ്മൾ അതിൻ്റെ പുറകിൽ യാത്ര ചെയ്യുമ്പം ഇദ്ദേഹത്തിൻ്റെ മുഖം മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ലെന്ന് ഏതാണ്ട് 20 ഇൻ്റർവ്യൂകൾ നടത്തി. ഇത്രയും ആത്മവിശ്വാസമുള്ള ഒരാൾ, ഇത്രയും ചാണ്ടിയുമ്പൻ ആത്മവിശ്വാസം ഉണ്ടാകുക. അയാൾ പറഞ്ഞ് എനിക്ക് അത് എൻ്റെ എന്താ പറഞ്ഞേ, പോസ്റ്ററും വേണ്ട, ഫ്ലെക്സും വേണ്ട. ഈ ആത്മവിശ്വാസം കുറയുന്നതിൻ്റെ കൊണ്ടാണ് ആദ്യം ഇൻ്റർവ്യൂ നടത്തിയത് 24/7 ശ്രീകണ്ഠൻ. അത് കഴിഞ്ഞിട്ട് 11-11.5 ലക്ഷം രൂപ ചിലവായി മോഹൻലാലുമായിട്ടൊരു ഇൻ്റർവ്യൂ, അഭിമുഖം. അത് കഴിഞ്ഞിട്ട് ഏഷ്യാനെറ്റ്,
ഇനിയിപ്പോൾ ഇൻ്റർവ്യൂ കൊടുക്കാൻ ആരുമില്ല. അല്ല, യൂട്യൂബർമാർക്ക് കൊടുത്തു, ശശികുമാറിനെ ഇറക്കി, പിന്നെ ഇൻ്റർവ്യൂ. ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഷോസ് ദ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഉള്ളൊരു മുഖ്യമന്ത്രി. ഞാൻ ജനങ്ങളുടെ ഇടയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഭൂതകാലം പറയേണ്ട കാര്യമുണ്ടോ? ഭാവികാലം ഈ ഇൻ്റർവ്യൂ ഞാൻ എല്ലാം ശ്രദ്ധിച്ചു. കേരളത്തിന് വേണ്ടി ഇനിയും എന്ത് ചെയ്യും എന്ന് പറയുന്നില്ല. ഇനിയും എന്ത് ചെയ്യുമെന്ന് പറഞ്ഞൊരു ചോദ്യമില്ല. ഞാൻ എന്ത് ചെയ്തു, ഞാൻ 1977 അടിയന്തരാവസ്ഥയ്ക്ക് അത് പറ്റി, എല്ലാം ഞാൻ എൻ്റേത് എന്നെ. ഇറ്റ് ഈസ് സോ സെൽഫ് സെൻട്രിക്. അതിൽ ഞാൻ ചോദിക്കട്ടെ, ഈ CPM-ൻ്റെ ഗവൺമെൻറ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ദർ ഇസ് ഓൺലി വൺ പേഴ്സൺ. ഒരു സ്റ്റാലിനിസ്റ്റ് മോഡലാണ്. ഇതൊരിക്കലും പറ്റിയിട്ടില്ല. അച്യുതാനന്ദനുള്ളപ്പം ഒരു കൗണ്ടർ വെയിറ്റ് ഉണ്ടായിരുന്ന ആര്? പിണറായി വിജയൻ. EK നായനാർ ഉണ്ടായിരുന്നപ്പം അച്യുതമേനോനും പിണറായി വിജയനും എല്ലാവരും ഉണ്ടായിരുന്നു. മനസ്സിലായില്ലയോ? ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഫോർ ദ ഫസ്റ്റ് ടൈം ഓഫ് ദിസ് പാർട്ടി വേറെ ആരുടെയും പേര് നിങ്ങൾ കേൾക്കാറുണ്ടോ? എന്നിട്ട് ഒരു നേതാവ് പറയുവാണ്, അദ്ദേഹം പോളിറ്റ് ബ്യൂറോ ആണെന്ന് തോന്നുന്നു, ഈ ചേറ്റത്തരം എന്ന് പറഞ്ഞാൽ എത്ര ചാരുതയുള്ള പ്രയോഗമാണ്. ചാരുത എന്ന് വെച്ചാൽ ഇത് കവിതയാണെന്നുള്ള മറ്റില്ല പറയുന്നത്, എന്ത് ചാരുതയുള്ള പ്രയോഗമാണ്. ജി സുധാകരൻ്റെ വർഗവഞ്ചനയെ പിന്നെ ഏത് പദം ഉപയോഗിച്ച് വർണ്ണിക്കുമെന്നാണ് പിണറായി ചോദിച്ചത്. അത് പിന്നെ ഈ വർഗവഞ്ചന എന്ന് പറഞ്ഞാൽ ഏത് വർഗവഞ്ചന? വർഗരാഷ്ട്രീയം എന്നെ വിട്ട് വർഗീയ രാഷ്ട്രീയം പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഞാൻ ചോദിക്കട്ടെ, ഈ ആഗോള അയ്യപ്പ സംഘം എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തി. ആളോ പിന്നെ അതിൽ വായിച്ച ഒരേ ഒരു എഴുത്ത് ആരുടെയാണെന്നറിയാമോ? ആ യോഗിയുടെയാണ്. അതെ. ഈ യോഗിക്ക് കേരളവുമായിട്ട് എന്ത് ബന്ധമുണ്ട്? നിങ്ങൾ കേരളത്തിൽ അദ്ദേഹം എപ്പോഴും വന്നിട്ടുണ്ടോ? കേരളത്തിൽ എന്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അദ്ദേഹം ഇവിടുന്ന് കേരളത്തിൽ നിന്ന് അവിടെ സുവിശേഷ പ്രവർത്തകരെ കുറച്ച് പേരെ പിടിച്ച് ജയിലിലിട്ടു എന്നുള്ളതൊക്കെ ക്ഷണിച്ചപ്പോൾ വരാൻ കഴിയില്ല, അതുകൊണ്ട് ക്ഷണിച്ചപ്പം വരാൻ കഴിയുന്നില്ല. അപ്പോഴേ ഞാൻ ചോദിക്കട്ടെ, ഈ ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് പല മുഖ്യമന്ത്രിമാരും ഉണ്ടായിരുന്നു. പിന്നെ കർണാടകയിലെ മുഖ്യമന്ത്രിയെ വിളിച്ചോ? കർണാടകയിലെ മുഖ്യമന്ത്രി ദളിത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളതാണ്. സിദ്ധരാമയ്യ വിളിച്ചോ? ഇല്ല. പോട്ടെ, നമ്മൾ തെലങ്കാനയിലെ ആളിനെ വിളിച്ചോ? ഇല്ല. വിളിച്ചത് ആരെയാണ്? UP ആളിനെ, അതും ഏറ്റവും വീര്യം കൂടിയ ആൾ. എന്നാൽ മഹാരാഷ്ട്രയിലെ ഫട്നാവിസിനെ വിളിച്ചോ? അതില്ല. അദ്ദേഹത്തിൻ്റെ അപ്പോൾ ഇതിൻ്റെ പീപ്പിൾ കുഡ് സീ ത്രൂ. ഈ ആഗോള അയ്യപ്പ സംഗമം നടന്നതിന് ശേഷമാണ് നമ്മൾ ഈ സ്വർണം ചെമ്പായ കഥ, പിന്നെ ഒരു മെറ്റലർജിക്കൽ ട്രാൻസ്ഫോർമേഷൻ നടന്നത്. സ്വർണ്ണമെല്ലാം ചെമ്പായി. അതിന് പിടിച്ചു വെച്ച ആരെയാണ്? പത്മകുമാർ ആരായിരുന്നു? CPM-ൻ്റെ ഏറ്റവും വലിയ നേതാവ്, CPM-ൻ്റെ അവിടുത്തെ സെക്രട്ടേറിയറ്റ് മെമ്പർ, CPM-ൻ്റെ MLA, വാസു, അങ്ങനെ ഒരുപിടി ആളുകൾ വെച്ചു. അപ്പം ആഗോള അയ്യപ്പ സംഗമത്തിന് എത്ര രൂപ ചിലവാക്കി? ഇതുകൊണ്ട് ഈ നാട്ടുകാർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ ലോക കേരള സഭ എന്ന് പറഞ്ഞൊരു സാധനം കഴിഞ്ഞ 4-5 കൊല്ലമായിട്ട് നടത്തുന്നു. ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു NRIക്ക് ഗുണമുണ്ടായിട്ടുണ്ടോ? ഞാനതിനെ ബഹിഷ്കരിച്ച. ആഗോള അയ്യപ്പ സംഗമം, അതിനെ തുടർന്നുള്ള ചില പ്രോഗ്രാമുകൾ, ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയിൽ UDF-ന് ഒരു ഗുണമുണ്ടായി. ഒരു മുസ്ലിം സമുദായ ഏകീകരണം ഉണ്ടായി. മുസ്ലിം സമുദായ ഏകീകരണം എന്നുള്ളത് 350 കോടി രൂപയാണ് പൊട്ടിച്ചേ. 227 കോടി രൂപയാണ് പിന്നെ പ്രീ ഇലക്ഷൻ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തത്. റൈറ്റ് ടു ഇൻഫർമേഷൻ കൂടെ കിട്ടിയ 227 കോടി രൂപ. ഈ കിബി എന്ന് പറയുന്ന ആൾ ഒരു ക്യാബിനറ്റ് പോസ്റ്റുകൾക്ക് ഒരാളെ നിൽക്കുന്നുള്ളൂ. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ അഭിപ്രായമായിരുന്നു. പക്ഷേ ഈ കിബി 2021 ഇലക്ഷന് മുന്നേ ചിലവാക്കിയ തുക, ഇപ്പോഴ് ചിലവാക്കിയ തുക ഏതാണ്ട് 110 കോടിയാണ് ചിലവാക്കിയത്. എന്ത് കാര്യമാണ് ഈ എന്ന് വെച്ചാൽ ദിസ് ഈസ് കിബി ഈസ് നോട്ട് അക്കൗണ്ടബിൾ. കിബിയുടെ പരിപാടി എന്ന് പറഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാമെന്നു, അതും ഒരാൾക്ക് വേണ്ടി മാത്രം. കിബി കേരളത്തിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തോട്ടെ. അല്ല, തെലങ്കാന സർക്കാരിൻ്റെ പരസ്യം കേരള പത്രത്തിൽ വരെ വരുന്നു. അല്ലല്ല, അതിപ്പോൾ PRD പരസ്യങ്ങൾ എല്ലായിടത്തും വന്നു. കേരളത്തിൻ്റെ പരസ്യം പിന്നെ ഞാൻ ഫിലിപ്പീൻസിലായിരുന്നപ്പം നമ്മുടെ പ്രധാനമന്ത്രിയുടെ പരസ്യം ഫിലിപ്പീൻസ് പത്രത്തിൽ ഫുൾ പേജ് വന്നു. അത് PRD പരസ്യങ്ങൾ പലരും ചെയ്യാറുണ്ട്. പക്ഷെ PRD പരസ്യങ്ങളും തെരഞ്ഞെടുപ്പ് പരസ്യങ്ങളും രണ്ടാണ്. മനസ്സിലായി? PRD പരസ്യങ്ങൾ എല്ലാവർക്കും കൊടുക്കും. അത്
അതിൻ്റെ പേര് തന്നെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻ്റ് എന്നാണ്. പക്ഷേ കിബിയെ പോലുള്ളിടത്തും ബാക്കി ഇതെല്ലാം കൂടെ 227 കോടി രൂപ ഈ 50 ദിവസത്തിനാണ് തീർന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നുള്ള ഇപ്പം നിങ്ങൾ നോക്കിക്കോണം, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ ഈ കിബി എല്ലാ ഹോർഡിങ്ങും അവരുടെ പരസ്യമായി. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ പരസ്യം CPMൻ്റെ പരസ്യമായി 1 ഡേ. അപ്പോൾ എന്താ ചെയ്യുന്നത്, ഈ ഹോർഡിങ് എല്ലാം ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതുവരെ കൊടുത്തിട്ട് ഇങ്ങോട്ട് ഇതൊന്നും ജനങ്ങൾ കാണുന്നില്ലേ? ഈ 5,500 ലക്ഷം കോടി രൂപ കടമുള്ളടുത്ത് ജനങ്ങളുടെ കടം മേടിച്ചിട്ട് തൂർത്തടിക്കുന്ന ജനം കാണുന്നില്ലേ? അല്ല, അതിൻ്റെ ഒരു ഇഫക്റ്റ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ? ഉണ്ടാകും. ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എത്ര സീറ്റ് ഇപ്പം ഞാൻ പറയട്ടെ, UDF നേടും? പിണറായി വിജയൻ എന്ന് പറയുന്ന ബ്രാൻഡ് 2021 വിജയിച്ചെന്ന് പറഞ്ഞാൽ കിറ്റ് രാഷ്ട്രീയം കൊണ്ടും ഈ കോവിഡ് സമയത്ത് കോൺഗ്രസ്സിനുകാർക്ക് വെളിയിലിറങ്ങാൻ സമയമില്ലാത്തതുകൊണ്ടും ഇതിന് ഒരു തയ്യാറെടുപ്പില്ലാതെ കൊണ്ട് പെട്ടെന്ന്, അതുകൊണ്ട് ഞങ്ങൾ പഞ്ചായത്തിലും രക്ഷപ്പെട്ടു. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ജയിക്കാനുള്ള കാരണം ഈ തരംഗം എന്നുള്ളതൊന്നുമല്ല, കോൺഗ്രസിൻ്റെ അടിത്തട്ടിൽ ബ്ലോക്ക് തലത്തിലും അതിൻ്റെ അടിയിലും എല്ലായിടത്തും ഗ്രാസ് റൂട്ടിൽ കോൺഗ്രസ് ഹസ് ബിക്കം പവർഫുൾ. ആ ഗ്രാസ് റൂട്ട് പവർ കൊണ്ട് മാത്രമാണ് ഈ കഴിഞ്ഞ പഞ്ചായത്ത് കോർപ്പറേഷൻ ഇലക്ഷനിൽ, കാരണം ഡിസിഷൻസ് വെർ ടേക്കൺ ഈ അടിസ്ഥാന തലത്തിൽ ഈ വാർഡ് സഭകളാണ് എല്ലാ വാർഡ് മെമ്പർമാരെയും തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ അവിടെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവർ തമ്മിൽ, ഞാൻ തന്നെ എത്രയോ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുത്തു. അതുകൊണ്ട് എന്താണ് ഈ പ്രാവശ്യം പറ്റിയതെന്ന് പറഞ്ഞാൽ ഈ വളരെ വിജയമുണ്ടായി. എൻ്റെ അഭിപ്രായത്തിൽ കോൺഗ്രസിൻ്റെ ഞാനൊരു വസ്തുനിഷ്ഠമായിട്ട് പറയാം, ഞാൻ ഈ വലിയ തരംഗം അങ്ങനെയൊന്നും വിശ്വസിക്കുന്ന ആളല്ല. ഞാൻ ഈ ഡേറ്റ നോക്കിയ കേരളത്തിൽ നിങ്ങൾ 2021 തെരഞ്ഞെടുപ്പ്, 2024 തെരഞ്ഞെടുപ്പ്, 2025 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വെക്കുമ്പോഴത്തേനും 20 സ്വിംഗ് സീറ്റുണ്ട് കേരളത്തിൽ. സ്വിംഗ് സീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ മീനായിട്ടുള്ളത് 3500, 4000 താഴെ ഭൂരിപക്ഷം ഉള്ള സ്വിംഗ് സീറ്റ്. അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു 20 സീറ്റ് നമുക്ക് നഷ്ടപ്പെട്ടത് വെറും 1000 വോട്ടിൻ്റെ വ്യത്യാസമില്ല. ചവറ, കുന്നത്തൂര്, റാന്നി, അങ്ങനെ പലയിടത്തുണ്ട്. ആ സീറ്റുകൾ ഇപ്രാവശ്യം കോൺഗ്രസ്സിലോട്ട് വരും, മനസ്സിലായില്ലേ? ആ സീറ്റുകൾ പ്ലസ് കോൺഗ്രസ്സിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നത് എറണാകുളം വരെ, അതായത് വടക്കൻ മലബാർ തൊട്ട് എറണാകുളം വരെ ഒരു സ്വീപ്പിംഗ് വിൻ ഉണ്ടാകും. പക്ഷെ അപ്പോഴും ഒരു 30 സീറ്റ് അധികം നേടാൻ കഴിയുമോ? 30 സീറ്റല്ല, ഇപ്പം ഞങ്ങൾക്കുള്ളത് 41 സീറ്റ്. 41 ഞാൻ ഉദ്ദേശിച്ച, ഞങ്ങൾക്ക് 40 സീറ്റും കൂടെ ഈസി ആയിട്ട് കിട്ടും. ഞാൻ ഡേറ്റ വെച്ചിട്ടാണ് പറയുന്നത്. 40 സീറ്റും കൂടെ നിങ്ങൾ ഈ കഴിഞ്ഞ ലോക്സഭയുടെയും എന്താ പറഞ്ഞ പഞ്ചായത്തിൻ്റെയും കൂടെ നോക്കുമ്പോഴത്തേന് ഒരു 80-81 സീറ്റിലേ അവിടെ ഒരു തരംഗം കാണുന്നുള്ളൂ. പക്ഷെ അല്ലല്ല, തരംഗമാക്കി 90 സീറ്റ് മേലിൽ പോകും. നിങ്ങൾ ഫാക്ച്വൽ ഡേറ്റ ചെക്ക് ചെയ്ത് ഒരു വാട്ട് യു കോൾ സ്വിംഗ് എന്ന് പറയും. ആ സ്വിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 1.5-2% വോട്ടിൻ്റെ സ്വിംഗ് ഉണ്ടാകും. ആ സ്വിംഗ്, ഈ 2.5% വോട്ടിൻ്റെ സ്വിംഗ് എന്ന് പറഞ്ഞാൽ 82-83 സീറ്റായിരിക്കും. പക്ഷെ അവിടെ പല മണ്ഡലങ്ങളിലും നല്ല വേരുറപ്പോടെ ശക്തമായ പ്രചരണങ്ങളും പ്രവർത്തനങ്ങളുമായി മുന്നേറുന്ന ഒരുപിടി MLA-മാരുണ്ട് LDF-നെ സംബന്ധിച്ച്. അവരെയൊക്കെ അങ്ങനെ വളരെ ഈസി ആയിട്ട് മലർത്തിയടിക്കാൻ കഴിയുമോ? അങ്ങനെ മലർത്തിയടിക്കുമൊന്നുമല്ലല്ലോ. തെരഞ്ഞെടുപ്പിൻ്റെ അകത്ത് പല ഫാക്ടേഴ്സാണുള്ളത്. തെരഞ്ഞെടുപ്പിൻ്റെ അകത്ത് MLA ഒരു ഫാക്ടറാണ്, ഭരണം വേറൊരു ഫാക്ടറാണ്. പിന്നെ അവിടുത്തെ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഈ നല്ല MLA ആണ് തിരുവല്ലയിലെ മാത്യു ടി തോമസ്. ബട്ട് ഈ സാച്ചുറേറ്റഡ്, ഈ സാച്ചുറേഷൻ, പിണറായി സാച്ചുറേറ്റഡ്. പിണറായിയെ കുറിച്ച് ഞാൻ വ്യക്തിപരമായിട്ടൊന്നും പറയട്ടില്ല, പക്ഷേ ആസ് എ ചീഫ് മിനിസ്റ്റർ മെറ്റീരിയൽ, അത് ഏജ് ഓഫ് 81, ആഫ്റ്റർ 10 കൊല്ലം ജനങ്ങൾ ഈ ചടിപ്പെന്ന് പറയുമല്ലോ, ചടിപ്പ് ആയി. അതുകൊണ്ട് തിരുവല്ല വർഗീസ് സോമൻ ജയിക്കും. ആ 5000-ൽ കൂടുതൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും. അല്ല, മാത്യു ടി തോമസിനെ അങ്ങനെ തോൽപ്പിക്കാൻ കഴിയും? മാത്യു തോമസിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യനാണ്, സാച്ചുറേറ്റഡ് ആയിപ്പോയി. ഈ ജനങ്ങൾ കുറെ കഴിഞ്ഞു. പക്ഷേ തൊട്ടടുത്ത ചങ്ങനാശ്ശേരി ജോബ് മൈക്കിൾ നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. ജോബ് മൈക്കിൾ അവിടെ ടഫായിട്ടാണ്, നല്ല സ്ഥാനാർത്ഥിയാണ്. അപ്പം അങ്ങനെ പല നല്ല സ്ഥാനാർത്ഥികളുണ്ട്. ഏറ്റുമാനൂർ വാസവനെ പോലൊരു കരുത്തനായ മന്ത്രിയെ
അതും കോട്ടയത്ത് വലിയ അങ്ങനെ ഒരുപാട് കരുത്തന്മാർ വീണ സ്ഥലമാണ്. നിങ്ങൾ പാലക്കാട്ടെന്ന് പറഞ്ഞാൽ CPM-ന് തൊട്ടാ പറ്റാത്ത സാധനമാണ് ഷാഫി പിടിച്ചെടുത്തത് അല്ലേ? അതെ. തൃത്താല എന്ന് പറയുന്ന സ്ഥലത്ത് കോൺഗ്രസ് ഒരിക്കലും ജയിച്ചിട്ടില്ല. ഒരിക്കലും ജയിക്കാത്ത സീറ്റിലാണ് ബൽറാമിനെ കൊണ്ടുവരുന്നത്. ബൽറാം ജയിച്ചല്ലോ അവിടെ. അതെ. അപ്പം ഈ പിന്നെ കേരളത്തിലെ സംബന്ധിച്ചിട്ട് അങ്ങനെ ഒരു കോട്ടയം എന്ന് പറഞ്ഞ സീറ്റൊന്നുമില്ല. പണ്ട് ഉമ്മൻചാണ്ടി തിരിച്ചു പിടിച്ച പുതുപ്പള്ളി വാസ് എ ടോട്ടലി ഇടതുപക്ഷ സീറ്റായിരുന്നല്ലോ, അറിയാമല്ലോ. അതെ. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന 1970 പിടിച്ചു, പിന്നെ ഉമ്മൻചാണ്ടിയുടെ ആക്കിയെടുത്തു. അപ്പം എന്ന് പറഞ്ഞാൽ സീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പത്തനാപുരം സീറ്റ് അതുപോലെ എത്രയോ പേര് ജയിച്ച സീറ്റാണ്. കൊട്ടാരക്കര ബാലകൃഷ്ണനുള്ള തോക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? കൊട്ടാരക്കര ബാലകൃഷ്ണനെ തോപ്പിക്കുമെന്ന് ഇമ്പോസിബിൾ ആണെന്ന് വിചാരിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നില്ലയോ? ഉണ്ടായിരുന്നു. ആയിഷ പോറ്റി എന്ന് പറയുന്ന ഒരാളൊന്നും അന്ന് നമുക്ക് അറിയത്തേ ഇല്ല. ഞാൻ വിചാരിച്ചു ആയിഷ പോറ്റി ആരാണെന്ന് നോക്കി. അപ്പം ഇലക്ഷനെ സംബന്ധിച്ചിട്ട് ഇലക്ഷനിൽ അത്ഭുതങ്ങൾ സംഭവിക്കാം. എൻ്റെ കാര്യം പറഞ്ഞാൽ ഇറ്റ് ഈസ് UDF-ന് ഒരു ക്ലിയർ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ അഡ്വാൻറ്റേജ് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, UDF-ൻ്റെ ബ്ലോക്ക് തലം തൊട്ട് താഴോട്ട് വളരെ സ്ട്രോങ് ആണ്. രണ്ടാമത്തെ കാര്യം, ആൻറ്റി ഇൻകംബൻസി ഭയങ്കരമായിട്ടുണ്ട്. ഇത് ഇല്ലയെന്നൊന്നും പറയണ്ട, ആൻറ്റി ഇൻകംബൻസി ഭയങ്കരമായിട്ടുണ്ട്. എത്ര വികസനം എന്ന് പറഞ്ഞാലും പിന്നെ ഈ പറയുന്ന പിണറായിയൊക്കെ വികസന നായകനാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു തമാശ. കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൊണ്ടുവരുന്ന ഇപ്പം അവർ പരസ്യപ്പെടുത്തുന്നത് എന്താണ്? മെട്രോ അവരാ കൊണ്ടുവന്നത്. നാട്ടുകാർക്കെല്ലാം അറിയാമല്ലോ മെട്രോ ആരാ കൊണ്ടുവന്നത്. വിഴിഞ്ഞം പോർട്ട് ആരാ കൊണ്ടുവന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ സത്യാവസ്ഥ പറഞ്ഞാൽ ഞാൻ പറയുന്നത് there will be a clear swing. ആ സ്വിങ് എന്ന് പറഞ്ഞാൽ 20 കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന 20 സീറ്റ് പ്ലസ് 20 പുതിയ സീറ്റുകൾ പിടിച്ചെടുക്കുക. അതായത് 41 + 40 81 സീറ്റ്. 81 സീറ്റാണ്. ഞാനിത് വെറുതെ പറയുന്നതല്ല, ഡേറ്റ അനലൈസ് ചെയ്ത് ഈ കഴിഞ്ഞ ഇത്രയും ഡേറ്റ നോക്കി, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഡേറ്റ നോക്കി പറഞ്ഞതാണ്. ഏതെല്ലാം കാത്തിരുന്ന് കാണാം അല്ലേ? കാത്തിരുന്ന് കാണാം. നമുക്കിനി എന്തായാലും ഈ ഏപ്രിൽ ഇനി 14 ദിവസമേ ഉള്ളൂ, അറിയാം. ഇന്ന് വ്യാഴാഴ്ചയാണ്. 14 ദിവസം കഴിഞ്ഞുള്ള അടുത്ത വ്യാഴാഴ്ച 9-ാം തീയതിയാണ് വോട്ട്. നമ്മളൊക്കെ വിചാരിച്ച് 20-ാം തീയതി ഒക്കെ നടക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ പെട്ടെന്നായി പോയി. അതുകൊണ്ട് പെട്ടെന്നായതുകൊണ്ട് ചിലവിച്ചിട്ട് കുറയും. കാരണം അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനം വരെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഒരാഴ്ചത്തെ കൂടെ നീട്ടിക്കഴിഞ്ഞാൽ അത്രയും കൂടെ എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് ലെറ്റസ് വെയിറ്റ് ഫോർ ദ റിസൾട്ട്. തീർച്ചയായിട്ടും. വളരെ നന്ദി. ജയ സർ, നന്ദി. നമസ്കാരം.